ഹലോ സുഹൃത്തുക്കളെ, ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു. വീണ്ടും കുറച്ച് യാത്രാവിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ശനിയാഴ്ച ഞാൻ കുടൽമാണിക്യ ക്ഷേത്രത്തിൽ പോവുകയും അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഇടുകയും ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഞായറാഴ്ച ഇവിടെയാണ് വന്നിരിക്കുന്നതായിരിക്കുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടില്ലേ? ഈ മനുഷ്യനാണ് എൻ്റെ ചേട്ടായി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും വന്നിരിക്കുന്നത് ഇതാ ചാവക്കാട് തീരപ്രദേശത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. കടൽ തീരത്ത് അടുത്ത് വന്നിരിക്കുകയാണ്. കടൽ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ ആഘോഷം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കടലൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഇന്ന് കടൽ കാണാൻ വന്നിരിക്കുകയാണ്. ഞാനുണ്ട്, ചേച്ചിയുണ്ട്. ഞങ്ങളെല്ലാവരും 3 പേരും കൂടെ കടൽ തീരത്തോടെ ഇങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വഴിയെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോകുന്നത് ചാവക്കാട് ബീച്ച് സൈഡിൽ കൂടെ നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. കടൽ തീരപ്പുറത്ത് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. വണ്ടി ഓടിക്കുന്നു, കടൽ കാണുന്നു, വണ്ടി ഓടിക്കുന്നു. ഈ ഒരു സെറ്റപ്പായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു ആ ഒരു യാത്ര. കണ്ടില്ലേ, ഇതാ അവിടുന്ന് ഒരു വഞ്ചി വലിച്ചുകൊണ്ട് വേറൊരു വഞ്ചി വരുന്നു. ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് ഇങ്ങനെ കണ്ടിട്ടുണ്ട്? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ. വന്നിട്ടില്ലാത്തവർ വന്ന് നോക്കൂ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളത് വകാതെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുന്നത് ഗുരുവായൂർ ദേവസ്വം കിഴക്കേടം ക്ഷേത്രം അഥവാ പുന്നത്തൂർ ആനക്കോട്ട കാണാനായിട്ടുള്ളൊരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തൃശ്ശൂർ വന്നാൽ ആനയെ കണ്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ? അത് ഒരാനയല്ല, 2 ആനയല്ല, 1-ൽ കൂടുതൽ ആനകളെയാണ് ഞാനിവിടെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ആനക്കുട്ടന്മാരെ കാണാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അവന്മാരെ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല ഗായ്സ്. അപ്പം ചേട്ടായി ടിക്കറ്റ് എടുക്കാൻ പോയി. ഞാൻ അവിടെ നിന്നുകൊണ്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ ചേച്ചിമോളെ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. പക്ഷേ ഞങ്ങളതൊന്നും കണക്കിലെടുത്തില്ല ഗായ്സ്. നമ്മുടെ ലക്ഷ്യം ഇന്ന് ആനക്കുട്ടന്മാരെ കാണുക എന്നുള്ളതാണ്. ആന എന്നും നമ്മൾക്കൊരു വികാരമാണ് അല്ലേ? അങ്ങനെയുള്ളവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അങ്ങനെ നമ്മളിതാ പുന്നത്തൂർ ആനക്കോട്ടയിലേക്ക് പ്രവേശിച്ചു ഗായ്സ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതായി പോകുന്ന നെഞ്ചു വിരിച്ചോട്ട് പോകുന്ന മനുഷ്യനുണ്ടോ? ആ മനുഷ്യൻ്റെ പ്രിയ പത്നിയായിരുന്നു പുറകെ പോയത്, അഥവാ എൻ്റെ ചാച്ചി. വീണ്ടും നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരായ, എന്തായി, എവിടുത്തെയാ? ഇത് ഇത്ര നാളും ഇല്ലാത്ത ചേച്ചിയും ചേട്ടനൊക്കെ നിനക്ക് എത്ര വട്ടം നാളെ ഉണ്ടായെന്നുള്ളൊരു രീതിയിലുള്ള ടോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ച് ഇവരുടെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, എനിവേ നമ്മൾക്ക് ആനക്കുട്ടന്മാരെ കാണാം. സൈഡിൽ ഒരു ആനക്കുട്ടനുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ നടന്ന് കുറേ നേരം വിളിക്കുമ്പോൾ തൊട്ട് നടത്താനുള്ള ദൈവമെന്നായിരിക്കും. അപ്പോഴാണ് ഞാൻ ഒരാളെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പെട്ടിക്കുട്ടനതാ ഒരാൾ നോക്കിയിരിക്കുന്നു. അവൻ്റെ ചെവി കണ്ടില്ല, ഇങ്ങനെ ഏരിയയിൽ പോലെ ഇരിക്കുന്നു. തുടങ്ങി നമ്മുടെ ആനക്കുട്ടൻ വരണം മിസ്റ്റർ ഇന്ദുചൂടൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇവൻ്റെ പേരൊക്കെ ചേട്ടായിനോട് പറഞ്ഞത് ഞാൻ മറന്നുപോയി. അപ്പം കണ്ടിട്ടുള്ളവരും കൂടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. അപ്പം എന്തായാലും അവനിങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എനിക്കറിഞ്ഞൂടാ. ഇതെല്ലാം വണക്കം തലൈവരി വണക്കം എന്നുള്ള രീതിയിലാണ് അവൻ നിൽക്കുന്നത്. ഇതാണ് 2ാമത്തെ കൊമ്പൻ. അവൻ്റെ കൊമ്പ് കണ്ടില്ലേ, എന്താണ് രസമല്ലേ? നമ്മുടെ ചട്ടുമണി. ഇങ്ങനെയുള്ളൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ കുറേ നേരം ഇവന്മാരെയൊക്കെ നോക്കി നിന്ന് അങ്ങനെ അടുത്തത് നമുക്ക് കണ്ണിന് റെസ്റ്റ് ഇല്ലാത്ത പോലെ ആനകളോട് ആന. പലതരത്തിൽ, പല ഭാവത്തിൽ, പല കൊമ്പുകളിൽ, പല രീതികളിൽ നമുക്ക് ആനകളെ കാണാൻ പറ്റും. അപ്പം വന്നിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും ഈ ഒരു പുന്നത്തൂർ ആനക്കോട്ടയിലേക്ക് വരണം. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ പലരെയും കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടൊരാന, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടൊരാന. ആനയെ തട്ടിയിട്ട് മുട്ടിട്ട് നടക്കാൻ വരാത്തൊരവസ്ഥ. ഇതിനെ ഞാൻ നോക്കുമ്പം ഇതിങ്ങനെ സ്റ്റാച്ചു ആണോ, ഇത് ആനയാണോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. തരങ്ങാതെ നിൽക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്ന് ചെവി കാട്ടിയപ്പോൾ മനസ്സിലായി ഇതൊരു ആനയായിരുന്നു, സ്റ്റാച്ചു അല്ല. പിന്നെ അവനേതാണ്ടൊക്കെ ഇട്ട് വീശി. കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ വീശിൽ എൻ്റെ മുഖത്ത് വന്നിരുന്നേനെ. പിന്നെ അങ്ങോട്ട് നോക്കൂ, അവനൊരു കൊമ്പനാണ്. അതുകൊണ്ടാണ് അവനെ മാറ്റി കെട്ടിയിരിക്കുന്നത്. ഞാനത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അവനെ കണ്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം 11 ഇവനാണ് നമ്മുടെ മെയിൻ താരം. നന്ദൂട്ടൻ എന്നൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഗുരുവായൂർ നന്ദൻ, അതായത് ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആന എന്ന കേൾവിയുള്ളത് ഇവനാണ്. ദിവനാണ് വേറൊരു താരം. നിങ്ങൾ എൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അവനാണ് താരം. ഇവനാണ് അടുത്ത താരം, ഡാൻസ് മാസ്റ്റർ വിക്രം സർ. പിന്നെ 11 ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ലെവൽമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ലെവലാണ് കേട്ടോ. ഒരു പുരുഷന്മാരുടെ ഇടയിൽ ഒരു സ്ത്രീ കേസരി നിൽക്കുന്നു. കണ്ടില്ലേ? ഇവനെ കണ്ടില്ലേ? നല്ല അഴകോടെ കുളിപ്പിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ട് ചന്ദനമൊക്കെ തൊട്ട് എങ്ങോട്ടേക്കൊക്കെയോ പുള്ളി പോകാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആനക്കുട്ടന്മാരെയും കണ്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോയി ഗൈസ്. അപ്പം ഇത് ഒരു ഭാഗം മാത്രമാണ്. ഇനിയുള്ള യാത്രകൾ പുറകെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് തിരുന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഗൈസ്. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ, ടാറ്റാ.